ദൈവവചനം നോക്കുമ്പോൾ ചിലർ പറയാറുണ്ട് അല്ലെങ്കിൽ ഉപവാസിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന്. യേശു കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് കൊണ്ട് ഇനി ഉപവാസത്തിന്റെ ആവശ്യമില്ല എന്ന്. But some people argue about the fasting that their turn is like this, that Jesus had done everything on the cross, so why do we need to fast and pray again? എന്നാൽ ഹല്ലേലൂയ, യേശു കർത്താവ് ഇപ്രകാരം അത്ര പറയുന്ന, മണവാളൻ കൂടെയുള്ളപ്പോൾ നിങ്ങൾ ഉപവസിക്കേണ്ട ആവശ്യമില്ല എന്ന്. Jesus himself answered for that, when the groom is with you, then you do not have to fast. യേശു കർത്താവ് മരിക്കുകയും ഉയർക്കുകയും സ്വർഗ്ഗാരോഹണം ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതിന്റെ കാരണത്താൽ തന്നെ ഉപവാസം ആവശ്യം തന്നെ അത്രേ. Jesus has died on the cross and resurrected and gone back into the heaven. Because of that, we need to fast and pray. ഹല്ലേലൂയ. Hallelujah. ദാനിയേൽ ഹല്ലേലൂയ ഉപവസിക്കുകയും ദാനിയേൽ ഒരു സ്വപ്നം കാണുമ്പോൾ ദാനിയേൽ ആ സ്വപ്നത്തിന് അടിസ്ഥാനമായിട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നു. So we can see when Daniel was having a vision, he was praying about that vision and fasting on that vision. ദാനിയേൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് അവനെതിരെ വന്ന സകല ആയുധങ്ങളും നിർഫലമായി പോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. Hallelujah. Because Daniel was so keen to spend time in prayer and fasting, and every weapon that came against him had been declined and removed. ദാനിയേലിന്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു അവനെതിരായി പല വഴിക്കത്രേ ആയുധവുമായി ശത്രു അടുക്കുവാൻ ശ്രമിച്ചത് എന്ന്. So if we read the book of Daniel, the enemy was trying to attack from different dimensions. അവനെ എങ്ങനെ നശിപ്പിക്കാൻ തക്കവണ്ണം അവർ തക്കം പാർത്തിരുന്നു എന്ന് നമുക്ക് കാണുവാൻ They കഴിയുന്നു. had plans to destroy him in somehow. എന്നാൽ അവിടെ അവൻ വിൻമാറുകയല്ലത്ര ചെയ്ത് അവൻ വാഗ്ദത്തത്തിൽ വിശ്വസ്തനായവന്റെ തിരുസന്നിധിയിൽ മുട്ടുമടക്കുകയത്ര ചെയ്തത്. He did not step back, or he did not given up, but he was sitting in the presence of the one who promised him. പ്രിയ ദൈവമേ, നിനക്കെതിരായി 1000-10,000 ഇടതും വലതും വന്ന് വീണാലും നിന്റെ ഒരു പാതയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല എന്ന് വചനം പറയുന്നു. Dear brothers and sisters, remember this. The word had given us the promise. 1,000 or 10,000 may fall on your sides, but no weapon will prosper against